ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്ക് ലഞ്ചിന് കിട്ടിയത് കുറച്ച് ചീരയാണ്. അത് വെച്ചിട്ട് നമുക്കെങ്ങനെ കറി ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ കഞ്ഞിക്ക് കൈപ്പയ്ക്കയും കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്കിന്ന് ലഞ്ച് പ്രിപ്പറേഷൻ എന്ന് ചെയ്യാമെന്ന് നോക്കാം. ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ ലൈഫാണ് കാണിക്കുന്നത്. കാലത്തെ മോർണിംഗ് റുട്ടീൻ കാണിക്കുന്നത്. ഞാൻ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കും ഒരുമിച്ച് കൊണ്ട്. അല്ലെങ്കിൽ അത് പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഒരു ബുദ്ധിമുട്ടാവും. ഞാൻ സവോള കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കനം കുറച്ച് നടുക്കരിഞ്ഞിട്ട് കുനുകുന അരിഞ്ഞിട്ട് സവോള കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ സുഖമായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്തോ. എനിക്കിത് എളുപ്പമായി കാരണം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇനി അത് ഉപ്പേരി ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇത് പാനിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളി മൂപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നമ്മൾ നല്ലോണം ഇട്ടിട്ട് മൂപ്പിക്കുന്നുണ്ട്. അതിലേക്ക് പൊടിച്ചു വെച്ച മുളക് അത് ചേർക്കുന്നുണ്ട്. കുത്തിപ്പൊടിച്ച കുത്തിപ്പൊടി മുളകാണ് നമ്മൾ ചേർക്കുന്നത്. അതിലേക്ക് നന്നായിട്ട് മൂപ്പാകുമ്പോൾ വേണം നമ്മൾ നിർത്താനായിട്ട്. അതിൽ നന്നായിട്ട് കരിഞ്ഞു പോകാതെ നന്നായി മൂപ്പിച്ചെടുക്കണം. രണ്ടും കൂടി ഒരുമിച്ച് മൂത്തോളും. ഒരുമിച്ചിട്ടുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് തോന്നുന്നത് കരിഞ്ഞിട്ടൊന്നുമില്ല. നന്നായിട്ട് മൂത്ത് മണം വന്നു കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ്. അതിലേക്ക് സവാള, നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനെടുത്തത് 2 കൈപ്പയ്ക്കയാണ്. 2 കൈപ്പയ്ക്ക വലിയ കൈപ്പയ്ക്കാണ്. അതിലേക്കൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇട്ട് വെച്ച് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള അധികം എടുക്കാം. ഇവിടെ കൈപ്പയ്ക്കയ്ക്ക് കയ്പ്പ് അധികം പോകണ്ടാത്ത കാരണമാണ് ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് സവാള കുറച്ചും കൂടി അധികം എടുത്തു കഴിഞ്ഞാൽ കയ്പ്പ് അധികം തോന്നത്തില്ല. ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കയ്പ്പക്കായ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കഞ്ഞിക്കും കാലത്ത് ഉച്ചയ്ക്ക് ചോറിനും ഒക്കെ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതെന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. നമുക്ക് പെട്ടെന്നാവും കയ്പ്പയ്ക്കായതുകൊണ്ട് തന്നെ. ഇത് ചേട്ടന് കഞ്ഞിക്കാണ് കയ്പ്പയ്ക്കായ, അതുകൊണ്ട് തന്നെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. ഉച്ചയ്ക്കും രാത്രിക്കും ഉപ്പേരിയായല്ലോ, അതുകൊണ്ട് അത് അവിടെ അടുപ്പത്തിരുന്നാകട്ടെ. ഇതിലേക്ക് അത് വെന്ത് വരുമ്പോൾ കുറച്ച് നാളികേരം കൂടി ചേർക്കുന്നുണ്ട്. ഞാനിതുപോലെ കുറച്ച് നാളികേരം തന്നെ ഇവിടെ ചേർക്കുന്നുള്ളൂ. ഇവിടെ അധികം നാളികേരം ചേർക്കുന്നത് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് നാളികേരം കുറച്ച് ചേർത്തത്. നിങ്ങൾ നന്നായി നാളികേരം ചേർത്താൽ ഇതിൻ്റെ കയ്പ്പൊക്കെ മാറി നല്ലൊരു ഉപ്പേരിയായിട്ട് കിട്ടും. വിറ്റാമിൻ ഉള്ളതാണ്, നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. കയ്പ്പാണെന്ന് പറഞ്ഞ് കുട്ടികളൊന്നും കഴിക്കില്ല കയ്പ്പക്കായ. അതുപോലെ മിക്കവർക്കും കഴിക്കാൻ മടിയായിരിക്കും. ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച് നോക്കൂ, നല്ല ടേസ്റ്റായിരിക്കും. അതുപോലെ കുറച്ച് കൊപ്ര കിട്ടിയിട്ടുണ്ട്. അത് ചേട്ടൻ അവിടെ ഇരുന്നിട്ട് അരിയാണ്. ഞാൻ മുകളിൽ തുണികളിടാൻ വന്നപ്പോൾ നോക്കിയതാണ്. അപ്പോൾ അത് അരിഞ്ഞുടങ്ങി. ഞാൻ വിചാരിച്ചു ഉടച്ച് വയ്ക്കുന്നുണ്ടാവുന്നുള്ളൂ എന്ന്. പിന്നെ ഇന്ന് ഉപ്പേരിക്ക് കുറച്ച് ചീര വീട്ടിലുണ്ടായത് തന്നെയാണ്. അത് വെച്ചിട്ട് നമുക്കൊരു കറിയും കൂടി ഉണ്ടാക്കണം. എല്ലാവരും നാളികേരം അരച്ചിട്ടൊക്കെയാണ് കറി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത്. ഞാൻ ആ രീതിയിലല്ല ഉണ്ടാക്കുന്നത്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. എളുപ്പമാണ്, ഈസി വേ ആണ്. നമുക്ക് ഈസി ആയിട്ടൊരു
പരിപ്പും ചീരയും കറി നോക്കാം. ഇതിലേക്ക് സവാള തന്നെയാണ്. ഒരു പാൻ എടുത്ത് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു സവാള ഇട്ട് വാട്ടിയെടുക്കണം. അതിലേക്ക് ഒരു 2-3 പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. എരിവിനായിട്ട് പച്ചമുളകാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു കുടം വെളുത്തുള്ളി കൂടി ചേർക്കുന്നുണ്ട്. ചതച്ച് ചേർക്കുന്നത് ഒരു കുടം തന്നെ എടുക്കണം. അതിലേക്ക് ഇപ്പോൾ അതിൽ മസാലകളെല്ലാം ചേർത്തു. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത്തിരി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുക, പച്ചമണം പോകുന്നത് വരെ. അതിൻ്റെ കൂടെ തക്കാളിയും കൂടി ചേർത്ത് നന്നായി വേവിച്ചെടുത്തതിന് ശേഷം ഈ പച്ചമണം പോകാനായിട്ട്, ചീരയുടെ പച്ചമണം പോകാനായിട്ട് അതുകൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ഇത് അങ്ങനെ വാട്ടിയിട്ട് അങ്ങനെ തന്നെ കുക്കറിലിട്ടിട്ട് വിസിലടിച്ചെടുക്കാം. പരിപ്പാദ്യം വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടി ഇട്ടിട്ട് വാട്ടിയെടുക്കാം. ഞാൻ കുറച്ചും കൂടിയും പച്ചമണം പോയി സ്വാദ് കൂടിക്കോട്ടെ എന്ന് കരുതി ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കുറച്ച് ചീരയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, വീട്ടിലുണ്ടായ ചീരയൊക്കെ ആണെങ്കിൽ വിഷമൊന്നും അടിച്ചിട്ടില്ലല്ലോ, കുറച്ച് ചീരയാണെങ്കിലും അത് നമുക്ക് സ്വാദിഷ്ടമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്ത് നോക്കുക, നല്ല സ്വാദായിരിക്കും, കഴിക്കാനും തോന്നും. മറ്റേത് കഴിക്കുന്നത് പോലെ പച്ച ടേസ്റ്റൊന്നും വരില്ല. കുട്ടികൾക്കായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ എല്ലാം കമൻറ്റായി രേഖപ്പെടുത്തണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ഇമോജിയെങ്കിലും കമൻറ്റായി ഇടാനായിട്ട് മറക്കരുത്. ഇതിൽ വാടി കഴിഞ്ഞാൽ നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇത് പച്ചമണം പോകാനായിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് വഴറ്റുന്നത്. ഇതിനി നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പരിപ്പ് അവിടെ ആദ്യം വേവിച്ച് വെച്ചതാണ്. വെള്ളം, നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഈ ചീര ഇട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിക്കാം. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇങ്ങനെ ഒരു വട്ടം ഉണ്ടാക്കി നോക്കൂ. പിന്നെ നിങ്ങളിങ്ങനെ മാത്രമേ ഉണ്ടാക്കൂ. ആദ്യം ഞാൻ ഇങ്ങനെയല്ല ഉണ്ടാക്കിയിരുന്നത്, ഇപ്പം ഞാനിത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതെൻ്റെ വീടിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ്. ഉദയസൂര്യനാണ്. കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം തോന്നി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.